എന്താ സംഭവം എന്ന് വെച്ചാൽ കേരള പോലീസ് ജയിൽ തടവുകാർക്ക് മട്ടനും ആഡംബര ഭക്ഷണവും കൊടുക്കേണ്ടതില്ല എന്ന കേരള DGPയുടെ തീരുമാനത്തോടെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ്റെ പല സാധനത്തിനോട് യോജിക്കാൻ പറ്റാത്തൊരു മനുഷ്യനാണ്. കാരണം ജാതി പറയുക, ഇല്ല ഉണ്ടെന്നോ തറവാടുണ്ടെന്നോ ഒക്കെ പറയുന്ന ടൈപ്പ് ഡയലോഗ് അടിക്കുന്ന ഒരു മനുഷ്യന്, ഒരു എന്താണ് ജാതി വ്യവസ്ഥയിലൊക്കെ വിശ്വസിക്കുന്ന, അതുപോലെ തന്നെ ശബരിമലയിൽ പോയി പാട്ട് പാടുന്ന ഒരു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, നല്ലൊരു അന്ധവിശ്വാസങ്ങളൊക്കെ ഉള്ള ഒരാളാണെന്നുള്ളതാണ്. അല്ലാതെ ആ ഒരു ഏരിയയുടെ ക്വാളിറ്റി നമ്മളിപ്പോൾ അൽഫോൺസ് കണ്ണന്താനം ഒരിക്കലും ഇതേപോലെ തന്നെ വലിയൊരു പൊസിഷനിൽ നിന്ന് റിട്ടയർ ആയി വന്നു, TP സെൻകുമാർ റിട്ടയർ ആയി വന്നു, പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ഏതോ ഒരു സ്ത്രീ ഇലക്ഷൻ വയ്ക്കുന്നോ ഞാനൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ അവരുടെ ജോലി എന്നുള്ള ഏരിയയിൽ ഓക്കെ ആയിരിക്കും, പക്ഷേ മറ്റ് പല സ്ഥലങ്ങളിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള മറ്റേ കൂതറ വെളിച്ചാടും എന്ന് പറഞ്ഞൊരു അവസ്ഥയുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം പക്ഷേ വളരെ കറക്റ്റാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എത്ര പേര് വീട്ടിൽ ആഴ്ചയിൽ 1-2 ദിവസം മട്ടനോ ബീഫോ ചിക്കനോ ഒക്കെ കഴിക്കുന്നുണ്ട് അവർ? അല്ലെങ്കിൽ ആഡംബരമാണോ അത്ര വലിയ ആഡംബരമൊന്നുമല്ല, പക്ഷേ എങ്കിൽ പോലും ഇവിടെ എത്ര പേർക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും? അതാണ് ഈ പല കുറ്റവാളികളും ജയിലിൽ ചെന്നിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര കുട്ടപ്പനായിട്ടിരിക്കുന്നത്. ഇപ്പം എന്നെ കൊണ്ട് ജയിലിട്ട് ഇറക്കി വിട്ടാൽ ഞാൻ വല്ല സുന്ദരനായിട്ട് ശരിക്കും ഞാൻ അർജുൻ റാംപാലിനെ പോലെ ഇറങ്ങി വരുമായിരിക്കും. ഞാൻ അർജുൻ റാംപാലിനെ പോലെ ആവാൻ വേണ്ടി ജിമ്മിലൊക്കെ പോയി കഷ്ടപ്പെടുവാൻ, വല്ല ക്രൈം ചെയ്താലൊന്നും പിന്നെ ഞാൻ ആലോചിച്ചു. കാരണം അവിടെ ആകുമ്പോൾ മട്ടനും ചിക്കനൊക്കെ കറക്റ്റ്, പിന്നെ ഫുഡ് കറക്റ്റ് സമയത്തിന് കഴിക്കും, രാവിലെ കൃത്യസമയത്തിന് എഴുന്നേക്കും, ആ റൊട്ടീനൊക്കെ നമുക്ക് നന്നായി കിട്ടുമെന്ന് 6 ജയിലിൽ പോയി കഴിഞ്ഞിട്ട് പറയുന്നുണ്ടാണ്. വളരെ നല്ല സ്ഥലമാണ്, നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടാകും, പുസ്തകം വായിക്കാം, ക്യാരംസ് കളിക്കാം, TV കാണാം, വളരെ ഫ്രണ്ട്ലി ആണ്, പലരും മഴ പെയ്യുമ്പോഴൊക്കെ ആൾക്കാർ വന്ന് താമസിക്കുന്ന സ്ഥലമാണ്, പുറത്ത് നിൽക്കുന്നതിനൊക്കെ ലാഭമാണ് എന്ന് കാരണം പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിയുടെ പരിപാടി വെച്ച് അല്ല എന്ത് ചെയ്തിട്ടുള്ള അകത്ത് കയറിയാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടുത്തെ സാധാരണക്കാരായ പല ക്രിമിനൽസിനെ സംബന്ധിച്ചും ഈ പുറത്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എളുപ്പം ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നതായിരിക്കും. പലരും അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ ചിലപ്പോൾ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വരെ ശ്രമിക്കുന്നത് അവർക്ക് വലിയൊരു നഷ്ടമല്ല. മനസ്സിലായോ? അതൊരു കാര്യം. പക്ഷെ എന്നാൽ പോലും ഇവിടുത്തെ ഒരു സാധാരണക്കാരന്റെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ അയാളുടെ ഒരു ആഹാരക്രമമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ സാമ്പത്തിക ശേഷിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ചയിൽ ഇതേപോലത്തെ ഒരു സെറ്റപ്പിൽ ജീവിക്കാൻ കേരളത്തിൽ അധ്വാനിക്കുന്ന മറ്റാരെ ഉപദ്രവിക്കാത്ത ഒരു ക്രൈം ചെയ്യാത്ത ആൾക്കാർക്ക് പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിമിനൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഒരു പൊതുസമൂഹത്തിന് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സമാധാനപരമായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ചതിക്കുകയോ വഞ്ചിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഈ സമൂഹം തന്നെ ഒന്നിച്ച് അയാളെ ഒന്നെങ്കിൽ ഉപദ്രവിക്കും, പണ്ടൊക്കെയാണെങ്കിൽ തല്ലിക്കൊല്ലുകയൊക്കെ ചെയ്യും, ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട് കുറേ, അത് ചെയ്യാൻ പാടില്ല. അതിനെ സംരക്ഷിക്കുകയും ഈ ഒരു സോഷ്യൽ ലൈഫിൽ അയാൾക്ക് ഇതിനകത്ത് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയോ ഇല്ല, അല്ലെങ്കിൽ ഇയാൾ കൂടി എന്തോ സാധനമാണ്, ഇവരെല്ലാം പറ്റിക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അടച്ചിടുന്ന സെറ്റപ്പ് ഒക്കെ ആണല്ലോ ചെയ്യുന്നതൊക്കെ പറയുന്നത്. മാത്രമല്ല അതിനകത്ത് അയാൾ റിക്കവർ ആവുമോ അല്ലെങ്കിൽ അയാൾ കുറ്റം മനസ്സിലാക്കി പിന്നീട് അത് വന്ന് അങ്ങനെ ചെയ്യാതിരിക്കാനും അതുപോലെ ഇതുപോലെ ചെയ്യാൻ പ്രേരണയുള്ള ആൾക്കാരെ ഒന്ന് പേടിപ്പിക്കാനും അങ്ങനെ ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ എന്നൊക്കെ പറയുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നതിനെ പറ്റി, അല്ലേ? അങ്ങനെ ഉള്ളൊരു രീതിയിൽ മനസ്സിലാക്കേണ്ട സാധനം ഇത് അവിടെ ഭയങ്കര ലക്ഷറി ആണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ അത്യാവശ്യം മര്യാദയ്ക്ക് പൈസ ഉള്ളവർക്കൊന്നും ഇതൊരു ലക്ഷറി ഫീൽ ഒന്നും അല്ലായിരിക്കും കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഭയങ്കര പൈസ ഉള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഈ ജയിലിൽ ഇട്ടാൽ അയാൾക്ക് ലക്ഷറി ആയിട്ട് തോന്നുന്നില്ല, ഇത് ദുരിത ജീവിതമായിരിക്കും. പക്ഷേ ഫാൻ പോലും ഇല്ലാത്ത ഒരു വീട്ടിൽ ഒറ്റമുറിയിലൊക്കെ ജീവിക്കുന്ന ഈ 1500 രൂപ ബംഗാളിക്ക് ഒരു മാസം എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആരുടെ വീഡിയോ കണ്ടു. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് അയാൾ നോക്കുമ്പോൾ നല്ല സൗകര്യമാണ്, വൃത്തിയുള്ള അന്തരീക്ഷം വരെയായിരിക്കും ചിലപ്പോൾ. മനസ്സിലായോ? അങ്ങനെ പറയുമ്പോൾ അത് ആഡംബരമായിട്ട് ഇവിടെ പറയാം. അതാണ് ഈ ആഡംബരം എന്ന് പറയുന്നത്. ഇവർ ഈ ആഡംബരം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മിഡിൽ ക്ലാസ് തൊട്ടുള്ള ആൾക്കാർക്ക് ഇത് ആഡംബരമല്ല, അത് തന്നെ സെയിം കണ്ടീഷൻ ആയിരിക്കും ചിലപ്പോൾ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ആകെയുള്ളത് ഈ ഐസൊലേഷൻ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അവിടുത്തെ എന്തെങ്കിലും ഈ ക്രിമിനൽസ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഇറങ്ങിയാൽ വീണ്ടും ക്രൈം ചെയ്യാൻ കുറച്ചും കൂടി പ്രാപ്തരാകുന്ന തരത്തിലുള്ള ട്രെയിനിങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. എന്ന് വെച്ചാൽ ഇവർ ഒത്തുചേർന്ന് നിന്ന് പ്ലാൻ ചെയ്യുക, കള പറയുക, അതിനകത്തുനിന്ന് അവർ മോട്ടിവേഷൻ ആവുക. ഞാൻ അതിൽ പുറത്തിറങ്ങി നാരാട്ടണം പറഞ്ഞപ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയ പോലെ അകത്ത് ഇതിനൊക്കെ കൂടുതൽ പരിപാടികൾ അറിയാവുന്നവർ വന്നു കഴിയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഐഡിയാസ് കിട്ടും, അവർ ഇൻസ്പയർഡ് ആവും. ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇവരുടെ മറ്റു ടീമുകളായിട്ടൊക്കെ ബന്ധപ്പെട്ട് വീണ്ടും കൂടുതൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കിട്ടുന്നുണ്ട്. അതൊരു വേറൊരു പ്രശ്നമാണ്. ഈ സംഭവം ചിലപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഒരു ക്രിമിനലിനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നത് വെച്ചാൽ എമ്പതിയാണ്. മനസ്സിലാവുന്നില്ലേ? നമുക്ക് എല്ലാവർക്കും എന്താ തോന്നുന്നത്? ഒരാൾ കത്തി എടുത്ത് ഒരാൾ കുത്തുന്നു, അല്ലെങ്കിൽ പണം അപഹരിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ നോക്കുമ്പോൾ നമുക്കാണ് ഈ ഗതി ഉണ്ടായിരുന്നെങ്കിലോ, നമ്മളാണ് കുത്തു കൊള്ളുന്ന ആളെങ്കിൽ നമുക്ക് എന്താണ് അയാളോട് ചെയ്യാൻ തോന്നുന്നത്? നമുക്ക് തിരിച്ചു കുത്താൻ തോന്നും, അയാളെ ഉപദ്രവിക്കാൻ തോന്നും. പക്ഷെ അപ്പോഴൊരു കാര്യമാണ്, നമുക്ക് ആ ആളെയും ഒരു എമ്പത്തറ്റിക്കലായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. ആ ഒരു രീതി നോക്കി അതിനെ കൊണ്ട് കുത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് അയാളോട് തിരിച്ച് ആ രീതിയിൽ പ്രതികരിക്കാനോ ഒന്നും പറ്റുന്നവരല്ല എല്ലാവരും. എമ്പതി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ട് വരുമ്പോൾ മാത്രമേ നമ്മുടെ ഇത് പോകത്തുള്ളൂ. അതില്ലാത്തവരുണ്ട്, അത് ജന്മന ഇല്ലാത്തവരുണ്ട്. ചിലപ്പോൾ ഈ ക്രമേണ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ട്, ഇല്ലാണ്ടാവുന്നവരുണ്ട്. എല്ലാ മാനസിക രോഗികൾക്കും എമ്പതി എന്ന് പറയുന്ന സാധനം കുറവായിരിക്കും. മാനസിക രോഗത്തിന്റെ മിക്ക സ്പെക്ട്രത്തിലും ഈ എമ്പതി ഇല്ല. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് പറ്റുമോ അത് ചെയ്യാൻ? നമ്മൾ കുത്തുന്ന ഒരാളെ പോലെ അല്ലല്ലോ നമുക്ക് ഒരിക്കലും ഒരു ക്രൈം കണ്ടാൽ ഫീൽ ചെയ്യുന്നത്. അതിനകത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച ആ വേദന, ആ ദുരിതം, അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒന്ന് ചിന്തയെ വരും. അപ്പോഴാണ് നമുക്ക് ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ പൊതുസമൂഹം കൂടുതലും ഈ കുത്തുകൊണ്ട ആളെയോ തല്ലുകൊണ്ട ആളെയോ അല്ലെ ഉപദ്രവിക്കപ്പെട്ട ഒരാളുടെ സൈഡിലേക്കേ പോകത്തുള്ളൂ. അല്ലാത്തൊരു സമൂഹമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം ഇതായിരിക്കും നടക്കുന്നത്. ഈ ബാർബേറിയൻ സ്റ്റൈലായിരിക്കും ഫുള്ള്. വെട്ടൊന്നും മുറി കണ്ട് അതുപോലെ പല്ലിന് പല്ല്, നഖത്തിന് നഖം, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, മുടിക്ക് മുടി, രോമത്തിന് രോമം, മൈരിന് മൈര് എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ
അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കണക്കൂട്ടിയിട്ടാണ് ഈ ജയില്, ശിക്ഷ, നടപടികൾ, ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല, റീഹാബ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇത്ര ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഡെവലപ്പായി വന്നത്. ഇപ്പം അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുന്നു. അവിടെയും ഭയങ്കര ഹ്യൂമാനിറ്റേറിയൻ കൺസേൺ ഒക്കെ കൊടുത്തുകൊണ്ട് ഇതിനകത്ത് രോഗികൾക്ക് പക്ഷേ ഇവിടുത്തെ നാട്ടിൽ ചികിത്സ കിട്ടുന്നില്ല, മാനസിക രോഗികളായ ക്രിമിനൽസിന് ചികിത്സ കിട്ടുന്നില്ല. അവരൊരിക്കലും ആ ഒരു ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിനകത്ത് കയറി ഇറങ്ങിയാൽ അവർക്ക് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല, സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അതിനകത്ത് ഭേദഗതിയൊക്കെ ഒരുപാട് പുരോഗമിക്കാനുണ്ട് നമ്മുടെ നാടൊക്കെ. അപ്പം അതിനിടയിൽ ഈ പറയുന്നത് കറക്റ്റാണ്. അതിനകത്ത് ആ രീതിക്കാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇവിടെ ഇതിനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉള്ളവർക്കുള്ളൂ. അപ്പോൾ ജയിലിൽ പോകുന്ന ഒരാൾക്ക് പ്രത്യേക ഒരു സെറ്റപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ എൻവയൺമെന്റ് ഒക്കെ വേണം. എന്ന് പറഞ്ഞാൽ ഫുഡിനകത്തൊക്കെ ആ ഒരു അവർക്ക് മാൽന്യൂട്രീഷൻ ഒന്നും സംഭവിച്ച് ക്ഷീണിച്ച് പട്ടിണി കിടന്ന് ചാവരുത്. 3 നേരം ആഹാരം കിട്ടണം, മരുന്ന്, വസ്ത്രം. അല്ലാതെ മട്ടനും ബിരിയാണിയും അങ്ങനെ അതൊന്നും നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഹോസ്റ്റലിൽ ജീവിക്കുന്ന പിള്ളേർക്ക് പലർക്കും കിട്ടുന്നില്ലെന്നേ. ഇവിടെ ജോലിക്ക് വന്നേക്കുന്ന പിള്ളേരൊക്കെ 2 നേരമൊക്കെ ആഹാരം കഴിച്ച് വെള്ളം കുടിച്ച് കിടക്കുക അല്ലേ? ആണോ? പാവപ്പെട്ട പഠിക്കാനാണ് പറയണ്ട. ആകെപ്പാടെ ചപ്പാത്തി മാത്രം. ഗൾഫിലൊക്കെ ഉള്ള ഒരു കുബൂസ് മാത്രം കഴിച്ച് ജീവിക്കുന്നില്ലേ? അത് ഈ നാട്ടിൽ നിന്ന് പോയി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് മമ്മൂട്ടി സിനിമയ്ക്കകത്ത് പറഞ്ഞ ഓർമ്മയില്ലേ? അതായത് 10,000 രൂപ ചോദിക്കുമ്പോൾ ആകെ 8,000 രൂപയുണ്ടപ്പോൾ 2,000 രൂപ കടം മേടിച്ചിട്ട് അയക്കുന്നത് എന്ന് പറയുന്ന ഏതൊരു പടമുണ്ട്. 10,000 രൂപ കടം മേടിച്ചയക്കും. എനിക്ക് സൗണ്ട് കിട്ടുന്നില്ല. ചില അധികം ശരിക്കും പറയാൻ ഒരു സമയത്ത് ഇനി ഞാൻ ഒരിക്കൽ വേറെ എനിക്ക് കറക്റ്റ് മമ്മൂട്ടി വരും. മമ്മൂട്ടി ചില സമയത്തെ ശരിയാകത്തുള്ളൂ. ഇന്ന് എൻ്റെ ഒരു മൂഡ് മമ്മൂട്ടിയുടെ അല്ല. ഞാൻ ആ ക്യാരക്ടറിനെ എനിക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ വരുന്നില്ല. ഞാനൊരു ബോൺ ആക്ടറാണ്. ആക്ടർ ബോൺ എല് സിബി മലയിൽ, അതേപോലെ ആക്ടർ ബോൺ ആക്ടർ. അതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് എപ്പോഴും അത് ചെയ്യാൻ പറ്റത്തില്ല. ചില സമയത്താണ് മമ്മൂട്ടിയാണെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി ആയിരിക്കും. അപ്പം എന്നാലും ഈ പറഞ്ഞ പരിപാടി വളരെ ക്ലീനാണ്. പിന്നെ ഈ അഭിപ്രായത്തോട് മാത്രമേ യോജിക്കുന്നുള്ളൂ. മറ്റേ അഭിപ്രായത്തോട് യാതൊരു യോജിപ്പുമില്ല. അത് ഇദ്ദേഹത്തിൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു ഏരിയയുമല്ല. അതുകൊണ്ട് ആ സ്ഥലത്ത്